يرجى من حضرات ركاب طائرة طيران الإمارات رحلة رقم 1 2 3 والمتوجهة إلى لندن هيثرو الرجاء التوجه إلى الطائرة من خلال البوابة رقم 4. Final call for boarding. Final call for boarding for the last remaining passengers. Bye. Last remaining passengers on Philippine Airlines flight BR209 bound for Melbourne. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി ഫ്ലൈറ്റാണ്, 5 കായ്ക്കില്ല. നമ്മുടെ എക്സ്പ്രസ് ഇതിലാറ് മെച്ചാണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് കയറി അപ്പത്തിന് സ്പോട്ടിൽ എടുത്തു, കാരണം അരമണിക്കൂർ ലൈറ്റാണ്. 12:10 ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. 12:22 അരമണിക്കൂർ ലൈറ്റാണ്. നമസ്കാരം, ഡ്രീം ബോക്സ് എമ്മിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ ദുബായിൽ നിന്നും നാട്ടിലോട്ട് ഞങ്ങൾ 27 ദിവസം, ഒരു മാസത്തിന് ശേഷം നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ദുബായിൽ ഒരുപാട് കിടിലൻ വിഷ്വൽസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, നമ്മുടെ ആ ഒരു വീഡിയോ ഇടാൻ കുറച്ച് സമയങ്ങൾ കഴുകി. കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ വരാൻ കുറച്ച് വൈകിട്ടുണ്ടാവും. ഏതായാലും നമ്മൾ ദുബായ്, നമ്മുടെ മുവൈലിയനോടും നമ്മുടെ ഷാർജയോടും നമ്മുടെ ദുബായിനോടും നമ്മുടെ എല്ലാ സ്ഥലത്തിനോടും നമ്മൾ ഇവിടെ പറഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിനുമോക്ക് ഭയങ്കര എന്താ പറയുക സങ്കടം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ദുബായിൽ നിന്ന് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാസ്രാക്കാൻ്റെ ഒപ്പം നമ്മൾ ഒരുപാട് സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. കാരണം നാസ്രാക്ക ഹായ്. ഏതായാലും നാസ്രാക്കാൻ്റെ കാര്യങ്ങളൊന്നും പറയട്ടെ ഗൈസ്. അത്രയും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തോട്ട് നാസ്രാക്ക വാങ്ങിത്തരുന്നത് ഫുഡുകൾ എല്ലാം നാസ്രാക്കാനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ പിന്നെ നമ്മുടെ ഉപ്പുണ്ട് ദേ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയുണ്ട് സൈഡിൽ. നമ്മുടെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ദേ ഇവിടെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ്. അപ്പോൾ നമ്മുടെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് ഉപ്പാൻ്റെ ഫ്രണ്ടാണ് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുന്നത്. ഏതായാലും നമ്മൾ ദുബായിലെ കാഴ്ചകൾ വേറെ വെറൈറ്റി കാഴ്ചകൾ തന്നെയായിരുന്നില്ലേ നീനു? എന്തെങ്കിലും പറയാനുള്ളൂ ദുബായിനെ കുറിച്ച്? ഏതായാലും നമ്മള് ദുബായ് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ദുബായ് എയർപോർട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഷാർജ എയർപോർട്ടിലാണ് അധികം പോയിട്ടുള്ളത്. ദുബായ് എയർപോർട്ടിൽ ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ദുബായ് എയർപോർട്ടിലെ കാഴ്ചകളും അതുപോലെ തന്നെ എങ്ങനെ യാത്ര. അപ്പോൾ ഫുള്ള് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലത്തെ അത്ര പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ദുബായിൽ നിന്ന് എയർപോർട്ടിൽ നിന്നും കുറച്ച് പേപ്പറുകളൊക്കെ ഉണ്ട്. എന്തെല്ലാം വേണ്ടെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതായാലും നമ്മൾ എന്താ പറയുക, നമ്മുടെ നിന്ന ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നിസാൻ്റെ ഏതോ വണ്ടിയുടെ പേരാണ് നിസാൻ്റെ അൾട്ടിമ ആയിരുന്നു നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത മാസ്മരി കിഡിലൻ വണ്ടിയാണ് കേട്ടോ. നല്ല ബ്ലാക്ക് കളറായിട്ടുള്ള ആ ഒരു വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര മറക്കാൻ പറ്റാത്ത വണ്ടികളാണ് അതൊക്കെ. സ്റ്റൈല് നല്ല കിഡിലൻ സ്റ്റൈലും വണ്ടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുർജ് ഖലീഫേൻ്റെ അടുത്ത് പോയിരുന്ന ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഏതായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസുകൾ എന്തായാലും കാണാം. കിഡ്ലോസ്കി വീഡിയോകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ ദുബായ് എയർപോർട്ട് നല്ല റഷ് ഉണ്ട് കേട്ടോ. കാരണം ഈ സമയം രാവിലെ നമ്മുടെ ഫ്ലൈറ്റ് 12:10 ഡിപ്പാർച്ചർ, വൈകിട്ട് 5:30 മണിക്കാണ് അവിടെ ലാൻഡിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയം രാവിലെ പോകുന്നതുകൊണ്ട് എന്താ പറയുക, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ദുബായ് റോഡിൽ നല്ല തിരക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മുടെ നമ്മുടെ ഒപ്പം ഇല്ല. ബാവാൻ്റെ റൂമിൽ നിന്ന് നേരെ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് വരും. നമുക്ക് ബാവാനെ അവിടെ നിന്ന് വെച്ച് കാണാം. അപ്പോൾ നമുക്കിനി ദുബായ് എയർപോർട്ടിൽ വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ബാവാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരുപാട് ഏരിയകളുണ്ട് ഈ ദുബായ് എയർപോർട്ടിൽ. ഏരിയ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മൾ 4ാമത്തെ ഏരിയയിലാണ്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് മെട്രോയുടെ പാലം. മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. മെട്രോ വരുന്നത് എൻ്റെ പൊന്നെ പറപ്പിച്ച് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത വരുവാട്ടോ. ഈ ഒരു മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ടിനകത്തുണ്ട്. കാരണം ഫ്ലൈറ്റ് എല്ലാം കയറണമെന്നുണ്ടെങ്കിൽ മെട്രോയിൽ പോകണം. അവിടുന്ന് വരുന്നുണ്ട്. മെട്രോ നമ്മുടെ എയർപോർട്ടിനകത്തോട്ട് കയറുന്നത്. എയർപോർട്ടിനകത്തല്ല, സ്റ്റേഷനിലോട്ട് കയറുന്നത്. ഈ സ്റ്റേഷന് നേരെ എയർപോർട്ടിനകത്തേക്ക് കയറുന്നുണ്ട്. അതിൽ വഴിയാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നീനുമോളെ ദുബായിലെ എയർപോർട്ടിൽ ആദ്യമായിട്ടല്ലേ?
ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഇതുവരെ ഷാർജ എയർപോർട്ടിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാവാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാവ വന്നാൽ നമ്മൾ നേരെ ഈ ഏരിയ 4 നമ്മൾ ഇതിനകത്തേക്ക് നേരെ കയറും. നമ്മുടെ ദുബായ് എയർപോർട്ടിനകത്ത് എത്ര കൗണ്ടറുകളെ നോക്കി നിങ്ങൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കൗണ്ടറുകൾ കാണും. ഞാൻ നിൽക്കുന്നത് ഏരിയ 4 1 2 3 4 5 6 ഏരിയ വരെയുണ്ട്. അപ്പോൾ ഈ ഒരു ഓരോ ഏരിയയിലും ഒരുപാട് കൗണ്ടറുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ദുബായ് എയർപോർട്ടിലെ ഒരു ദിവസം എത്ര ഫ്ലൈറ്റ് ടേക്ക് ഓഫും ലാൻഡിങ് ഒക്കെ ഉണ്ടാവും. പല രാജ്യത്തിലേക്ക് പോകുന്ന ആളുകളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെയിറ്റ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ ബോർഡിംഗ് പാസ് തരും. ബോർഡിംഗ് പാസ് കിട്ടിയിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ മേലോട്ട് കയറി പോകണം. അപ്പോൾ നമ്മുടെ ഗേറ്റ് നമ്പർ എന്ന് പറയുന്നത് D12 ആണ്. ഇനി നമ്മൾ പോകുന്നത് മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മെട്രോ കയറിയിട്ടാണ് നമ്മൾ D12 നമ്മുടെ ഗേറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ദുബായിൽ വന്നതിന് ശേഷം മെട്രോയിൽ കയറിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് കയറുന്നത്. മുന്നേ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐശ്വര്യമായിട്ട് വലത്തേക്കാല് വെച്ചിട്ട് തന്നെ നമുക്ക് മെട്രോയിൽ കയറാം. ഈ ഒരു മെട്രോ പോകുന്ന കാഴ്ച നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഓപ്പൺ കാഴ്ച ക്ലോസ് ആയി. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്ത് നിൽക്കണം. നമുക്ക് ഇതിന് നേരെ ഓപ്പോസൈഡിൽ നിൽക്കാം. ഓപ്പോസൈഡിൽ നിന്നാലും നമുക്ക് കിട്ടിലും കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ റൺവേൻ്റെ സൈഡിലൂടെ പോകുന്ന മെട്രോ നോക്കി നിങ്ങൾ ടെർമിനൽ 1 ആണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത്. ഈ ടെർമിനൽ 1ഉം 2ഉം 3ഉം അങ്ങനെ 3 എയർപോർട്ടുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ടെർമിനൽ 1 എന്ന് പറയുന്നത് ഫുള്ള് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. എമിറേറ്റ്സിൻ്റെ പല ടൈപ്സ് ഫ്ലൈറ്റ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ കാണാം. A380ഉം 777 ഒക്കെ ആയിട്ട് ഒരുപാട് വലിയ ബിഗ് എന്താ പറയുക എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു കാഴ്ച പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടെർമിനൽ 1 മാത്രമേ ഉള്ളൂ ഇങ്ങനെ മെട്രോ കാര്യങ്ങളൊക്കെ പോകുന്നത്. ടെർമിനൽ 3 ഞാൻ കേട്ടിട്ടില്ല, 1 എന്നോട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതിൽ പോകുന്ന കാഴ്ച കിട്ടിലും കാഴ്ച ഉണ്ടാകും. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്തിലൂടെയാണ് നമ്മൾ മെട്രോ കടന്നു പോകുന്നത് ഗൈസ്. അപ്പോൾ A380 ദേ അവിടെ ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഇതാ ഡിപ്പാർച്ചർ ചെയ്യുന്നു. എമിറേറ്റ്സിൻ്റെ ഒരു A380 ഫ്ലൈറ്റ് അവിടെ നിർത്തിയിട്ടുണ്ട്, പാർക്കിംഗ് സെക്ഷനിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസ് ജെറ്റ് എത്തിയിട്ടുണ്ടാവില്ലല്ലേ, എവിടെ ഒന്നും കാണാനില്ല. അപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒരു A380 ഫ്ലൈറ്റ് നോക്കി നിങ്ങൾ നമ്മുടെ ഫ്രണ്ട് തന്നെ കാണാം. A380 ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റാണ് കേട്ടോ A380. പല ടൈപ്സിലുണ്ട്. ഇതിപ്പോൾ എമിറേറ്റ്സിൻ്റെ ടൈപ്പിൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള മെട്രോയുടെ യാത്ര കഴിഞ്ഞ് വീണ്ടും പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മുടെ ദുബായ് എയർപോർട്ടിനകത്തുള്ള വാഷ്റൂമാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയുള്ള വാഷ്റൂമാണ് അല്ലേ. ഭംഗി എന്ന് മാത്രമല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ഭയങ്കര പെർഫെക്റ്റ് വാഷ്റൂമാണ്. നമുക്ക് താഴെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വെള്ളം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കയ്യിലെത്തും. അപ്പോൾ ഈ എയർപോർട്ടിൽ മാത്രമല്ല ദുബായിലുള്ള മിക്ക മാളുകളിലുള്ള ബാത്റൂമും വാഷ്റൂമുകളും ടോയ്ലറ്റുകളും എല്ലാം ഇതുപോലെ തന്നെയാണ്. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. തറയിലൊന്നും തുള്ളി വെള്ളം കൂടി ഉണ്ടാവില്ല. അത്രയും പെർഫെക്റ്റ് ഓക്കെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ സംഭവം കിടുക്കി പൊളിച്ച് കരുതിയ പോലെയല്ല. നമ്മുടെ ദുബായ് എയർപോർട്ടിൽ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ D12 ഗേറ്റ് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഒരുപാട് നടക്കാനുണ്ട്. നമ്മുടെ മെട്രോ ഉണ്ടല്ലോ, മെട്രോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാടായിട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു എയർപോർട്ടിനകത്ത് തന്നെ പക്ഷേ സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ ഉണ്ട്. ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഹെവിയാണ് കേട്ടോ. അത്രയും ഹെവിയാണ്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഈ എയർപോർട്ടിനകത്ത് തന്നെ നമുക്ക് നല്ല കിടിലൻ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ക്രിസ്മസ് ട്രീകൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗി കളർഫുൾ ആയിട്ടുള്ള റെഡ് കളറിലും വൈറ്റ് കളറിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുമാത്രമല്ല ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. പല എന്താ പറയുക പെർഫ്യൂമുകളും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഈ എയർപോർട്ടിനകത്തുണ്ട്. അപ്പോൾ മിക്ക ഷോപ്പുകളിലും പല ബ്രാൻഡുകളാണ് കേട്ടോ. പല ബ്രാൻഡുകളുള്ള ഷോപ്പുകളാണ്. അപ്പോൾ നോക്കി നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് എയർപോർട്ടാണെന്ന് പറയില്ല, ഒരു മാളെന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് കാണുന്നുണ്ട്. നമ്മുടെ ഗേറ്റ് ഉണ്ടല്ലോ, D12 ഗേറ്റാണ് ഇവിടെ ഈ സെക്ഷനിൽ ലാസ്റ്റ് ആയിട്ടുള്ളത്. 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് D12 ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ D12 ഗേറ്റ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ഗേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. D12 ഇനിയും സ്ട്രൈറ്റ് ആണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് എന്താ പറയുക ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ ചെറിയ വണ്ടികളൊന്നുമില്ല. വണ്ടികളുണ്ടോ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നിനുമോളെ ബോർഡിംഗ് പാസ് മിസ്സായി പോയി കേസ്. ആ ഒരു ബോർഡിംഗ് പാസ് കിട്ടാനായിട്ട് ഭയങ്കര ഇവിടെ എല്ലാവരും ബേജറായിട്ടോ. ഇതൊന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി അവളെ രജിസ്റ്റർ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ ആരെങ്കിലും ബോർഡിംഗ് പാസ് ഒക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട. നേരെ ഇങ്ങോട്ട് വരുന്നത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നു.
അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണാം നിങ്ങൾക്ക്. അപ്പോൾ വേറെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. ബോർഡിംഗ് പാസ്സൊക്കെ മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിലോട്ട് വരാം, D12 വരാം. അപ്പോൾ നമ്മുടെ ഗേറ്റ് D12 ആയിരുന്നു. D12 വന്നിട്ട് ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ടാവും കൗണ്ടറിൽ. സ്പൈസ് ജെറ്റിൻ്റെ കൗണ്ടർ നോക്കാം, ഏത് ഫ്ലൈറ്റ് പറഞ്ഞു കൊടുക്കാം, എവിടേക്കെന്ന് പറഞ്ഞു കൊടുക്കാം. രണ്ടാമത് ഓൾറെഡി നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്പൈസ് ജെറ്റിൻ്റെ എൻ്റെ പെങ്ങളെ ബോർഡിംഗ് പാസ് അവർ ഓൾറെഡി തിരിച്ചു തന്നു. അതായത് തിരിച്ചു തന്നാൽ പുതിയ പ്രിൻ്റ് എടുത്തു തന്നു. അപ്പോൾ നിങ്ങൾ ബോർഡിംഗ് പാസ്സൊക്കെ മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താ പറയുക, രണ്ടാമത് ഈ D12 നമ്മുടെ ഗേറ്റിൻ്റെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന്ന് യാതൊരു പേടിയും പേടിക്കുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ടെക്നോളജി അല്ലേ എന്തെല്ലാം എടുക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ സ്പൈസ് ജെറ്റിൻ്റെ ഗേറ്റ് 12 നിൽക്കുന്നത്. ദുബായിലെ കാഴ്ചകൾ ഇനിമോളെ എന്തായാലും ദുബായ് എയർപോർട്ട് ദുബായ് എയർപോർട്ട് ഗൈസ് എന്താ നിനുമോക്ക് ദുബായ് എയർപോർട്ടിനെ കുറിച്ച് പറയുള്ളത്? അല്ല, ഷാർജ എയർപോർട്ട് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ കാര്യം തന്നെയാണ്, കുറച്ച് ടെക്നോളജിക്കൽ മാറ്റുള്ളൂ. ഏതായാലും ദുബായ് എയർപോർട്ടിൽ ആരും മെട്രോയിൽ കയറിയൊരു കാഴ്ച ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ പുറത്തുനിന്ന് നോക്കിയുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ D12 ഗേറ്റിലെ ആളുകളൊന്ന് കുറവാണ്. അതുപോലെ തന്നെ സ്പൈസ് ജെറ്റിൻ്റെ ഒരു ഗേറ്റ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സ്പൈസ് ജെറ്റ് കണ്ട നിങ്ങൾ നമ്മുടെ നേരെ ബാക്കിൽ നിൽക്കുന്നത് ഇത് മാംഗ്ലൂരാണ് കേട്ടോ. മംഗലാപുരത്തിലേക്ക് പോകുന്ന സ്പൈസ് ജെറ്റാണ്. ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ ഫ്ലൈറ്റ് എത്തിയെന്ന്. ഇത് SG 710 ചെറിയ ഫ്ലൈറ്റാണല്ലോ നീനോ. ചെറിയ എയർ അറേബ്യ ഇതിലേറെ വലുപ്പമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നമ്മുടെ സ്പൈസ് ജെറ്റ് ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാലിക്കറ്റിലേക്കുള്ളതും. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോസുകളൊക്കെ വരാൻ കുറച്ച് താമസം എടുത്തു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഫോം വേണമെന്ന് പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ പാസ്പോർട്ട് ടിക്കറ്റ് മസ്റ്റാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. രണ്ടാമത് നമ്മുടെ ഓൾറെഡി നമ്മൾ തലേ ദിവസം നമ്മൾ എന്താ പറയുക RT-PCR ടെസ്റ്റ് ചെയ്യണം ഒരു 72 മണിക്കൂർ മുന്നേ. നെഗറ്റീവായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ UAE നിന്ന് എടുത്ത നെഗറ്റീവിൻ്റെ റിപ്പോർട്ട് തലേ ദിവസത്തെ കേട്ടോ. 2 എയർ സുവിധ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നമ്മുടെ ഇത് രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ട്രാവൽ രജിസ്റ്റർ ചെയ്യണം. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറിയിട്ട് ചെയ്തോളാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രാവൽസിനോട് പറഞ്ഞാൽ മതി, അവർ സ്പോട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുക. വാട്സപ്പിൽ അയച്ച പ്രിൻ്റ് എടുക്കുക, അതിൻ്റെ ഒരു പ്രിൻ്റ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് ടിക്കറ്റ്, അതുപോലെ തന്നെ എയർ സുവിധയുടെ ഒരു പ്രിൻ്റ്, അതുപോലെ തന്നെ കോവിഡ് ടെസ്റ്റിൻ്റെ നെഗറ്റീവിൻ്റെ ഒരു പ്രിൻ്റ്, ഇത്രയും പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കയ്യിൽ വെച്ചത്. വേറെ എൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ എയർ സുവിധയിൽ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് നമ്പറും പേരും ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് നോക്കണം. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഉപ്പാൻ്റെ ചെറിയൊരു പാസ്പോർട്ടിൻ്റെ നമ്പറിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് അവർ വീണ്ടും രണ്ടാമത് നമ്മുടെ ചെക്കനെ ആദിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ വീണ്ടും അവനെ അയച്ചു തന്നെ താങ്ക്സ് ഫോർ അതിൽ നമുക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ട്രാവൽസ് ഞാൻ വീണ്ടും പറയുന്നത് ഫ്ലൈ വിൻഡോ ട്രാവൽസ് മലപ്പുറം. അപ്പോൾ താഴെ നമ്പറിൽ കൊടുക്കുന്നുണ്ട്, അവർ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. നമ്മുടെ വാപ്പ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിട്ടാണ്. സ്പൈസ് ജെറ്റിൽ ഫുഡുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഫുഡ് മേടിച്ചിട്ട് പ്ലെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ സ്പൈസ് ജെറ്റിൽ ഫുഡും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നമ്മൾ നമുക്കല്ല, വേറെ മാംഗ്ലൂരിനാണ്. അപ്പോൾ നമ്മൾ മാംഗ്ലൂരിൻ്റെ ഫ്ലൈറ്റ് 11:10 ഡിപ്പാർച്ചറാണ്. അപ്പോൾ അതിന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യണം. ഏതായാലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെക്കന്മാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്ക് കയറാം. നമ്മൾ എന്താ പറയുക, അത് നാട്ടിലെത്തിയിട്ട് കുറച്ച് യാത്രകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട് ഗൈസ്. ഇത് ഏത് ഫ്ലൈറ്റ്? ടർക്കിഷ് എയർലൈൻസ്, അതുപോലെ തന്നെ എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റ്, സ്പൈസ് ജെറ്റ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് ഇതേ പൊന്തിപ്പോകുന്നു. ലോങ് പോയി ടർക്കിഷിൻ്റെ. ഇത് ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ദുബായ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ടെർമിനൽ 1, 2, 3 നമ്മൾ 1 അതുപോലെ തന്നെ 2, 3 ഒക്കെ ആ ഒരു എമിറേറ്റ്സിൻ്റെ ആ ഒരു സൈഡുണ്ട്. എമിറേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് മെട്രോയിൽ കാണിച്ചു തന്നല്ലോ, അതൊക്കെ ടെർമിനൽ 3 അവിടെ എമിറേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മൾ മോളെ മൊത്തത്തിൽ എനിക്ക് എങ്ങനെ ദുബായ് എങ്ങനെ ഉണ്ടായിരുന്നു? നാട്ടിലുള്ള ആരെങ്കിലൊക്കെ മിസ് ചെയ്തതിനാ? ഇപ്പൊ മിസ് ചെയ്യണ്ട? ഇപ്പൊ മിസ് ചെയ്തില്ല? ഇപ്പൊ നാസറാക്കനെ മിസ് ചെയ്യണ്ട കേട്ടോ. ബെല്ലക്കുട്ടി, കുക്കു, ആദി ഋഷു ഓലൊക്കെ ഇനിയിപ്പോ അവിടെ എത്തുമല്ലോ. ഏതായാലും നമ്മുടെ കുക്കു, ആദി ഋഷു എല്ലാം ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. എനിക്കെന്തൊരു ഉഷാറില്ല അതിന്. സോറി ബാൻ. നമുക്ക് ഇനിയും വരണം. ഇനി എന്നാ വരും? നമ്മൾ പ്ലാൻ ഇട്ടിട്ടില്ല. ഞങ്ങൾ ഇനി നമ്മുടെ ദുബായിൽ യാത്രകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഇനിയും ഇൻഷാല്ലാ ഒരു വരും കൂടി അല്ലേ, എന്തായാലും നമ്മൾ ദുബായിലോട്ട് വരും. നമ്മൾ അന്ന് കുറേ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്
ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. ബോർഡിംഗ് പാസ് എടുത്ത് ആകെ ഭയങ്കര ടെൻഷനായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ പുതിയ ടെക്നോളജീസാണ്. ഓൾറെഡി നമുക്ക് ഇവിടുന്ന് ബോർഡിംഗ് പാസ് കിട്ടും, അതിനൊന്നും പേടിക്കണ്ട കേട്ടോ, അത് മാറിയില്ലേ. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയണ്ട കേട്ടോ, 12 വട്ടം ഞാനിപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. 12 തവണയും എനിക്ക് വിൻഡോ സീറ്റ്, വന്നപ്പോഴും വിൻഡോ സീറ്റ്, അതുപോലെ തന്നെ പോയപ്പോഴും വിൻഡോ സീറ്റ്. ഒരാളിവിടെ ഭയങ്കര ടെൻഷനിലാണ്. സി ആണ് ഇവർക്ക് കിട്ടുന്നതൊക്കെ CABC, അതായത് നമ്മുടെ ആ ഒരു നടപ്പാതയിലുള്ള എന്താ പറയുക സീറ്റിലാണ് നിനുമോക്കും. എനിക്ക് എപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിലും വിൻഡോ സീറ്റിലാണ് കിട്ടുന്നത്. ഭയങ്കര എന്താ പറയുക ഒരു ഭാഗ്യമാണ് കേട്ടോ. 12 ഫ്ലൈറ്റിലും ഒരേ സമയത്ത് ഇല്ലേ. വിൻഡോ സീറ്റ് ഞാൻ പൊളിക്കും. മാംഗ്ലൂരിലേക്കുള്ള സ്പൈസ് ജെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഡിപ്പാർച്ചർ ആവാനുള്ള തയ്യാറെടുപ്പിലാണ് മാംഗ്ലൂരിലേക്കുള്ള സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കരിപ്പൂരിൽ നിന്ന് വന്ന നമ്മുടെ സ്പൈസ് ജെറ്റ് നമ്മളെ കൊണ്ടുപോകാനുള്ള സ്പൈസ് ജെറ്റാണ് ഗൈസ്. ഇത് ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ, അത്ര വലിയ ഫ്ലൈറ്റൊന്നുമല്ല. കാണാൻ നല്ല ഭംഗിയുള്ള റെഡ് കളറായിട്ടുള്ള സ്പൈസ് ജെറ്റ് കിട്ടില്ല, പൊളിച്ചു. നമുക്ക് നോക്കാം അതിനകത്ത് കയറിയിട്ട്. ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇനി വളരെ ഡേഞ്ചർ സിറ്റുവേഷനുകൾ കയറിട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇനി ഹാൻഡ് ബാഗുകൾ തൂക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം എന്തെല്ലാം വലിച്ചിടുന്നു. സുഹൃത്തുക്കൾ, നിങ്ങൾ സ്പൈസ് ജെറ്റിലാണ് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഹാൻഡ് ബാഗേജിലുണ്ടല്ലോ 7 കിലോ വരെ നമുക്ക് അലോഡ് ഉണ്ട്. പക്ഷേ അവർ 8 കിലോന് വരെ അവർ ഓക്കെ എന്ന് പറയും. 8 കിലോൻ്റെ മേലെ എന്തെങ്കിലും സാധനം വെയിറ്റ് ഏറുണ്ടെങ്കിൽ അവരത് പുറത്ത് ഇടും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ ഒരുപാട് എന്താ പറയുക പുതിയ ഡ്രസ്സുകളും കുറച്ച് മിഠായികളൊക്കെ അവർ പുറത്തിട്ടു. നമ്മുടെ ബാവ ഉണ്ടല്ലോ, ബാവേൻ്റെ ഒരുപാട് ചോക്ലേറ്റുകളും നട്ട്സൊക്കെ അവർ പുറത്തിട്ടു. കാരണം 8 കിലോൻ്റെ മേലെ ബാവൻ്റെ ഹാൻഡ് ബാഗേജിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കുക, 8 കിലോൻ്റെ മേലെ ഒരിക്കലും നമ്മുടെ ഹാൻഡ് ബാഗേജിൽ വെച്ച് പോകരുത്. കാരണം 8 16 പണി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ തന്നെ പണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂർ പോയതൊരു അനുഭവം കേട്ടോ. ആകെ ബഹളും ഒരുപാട് ആളുകളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സീറ്റ് ഇതാ ഈ ഒരു ബാക്ക് സൈഡിലാണ്, ഏറ്റവും ബാക്കിലാണ് നമ്മുടെ സീറ്റ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി ഫ്ലൈറ്റാണ്, 5 കായ്ക്കില്ല. നമ്മുടെ എക്സ്പ്രസ് ഇതിലാറ് മെച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നിനുമോളുണ്ട്, ഉമ്മുണ്ട്, അതേ അപ്പുറത്ത് ഉപ്പുണ്ട്, നമ്മുടെ ബാബ മുന്നിലാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് കയറി അപ്പം തന്നെ സ്പോട്ടിൽ എടുത്തു. കാരണം അരമണിക്കൂർ ലൈറ്റാണ്. 12:10 ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. 12:22 അരമണിക്കൂർ ലൈറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതേ നോക്കി നിങ്ങൾ, പെട്ടെന്ന് ഫാസ്റ്റിൽ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഗ്ലാസ്സൊക്കെ പഴയ ഗ്ലാസ്, എന്ത് നോക്കി നിങ്ങളൊക്കെ എന്താ കിട്ടാ. കുർസി ഉണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട് കയറി വന്നപ്പോൾ തന്നെ നമുക്കൊരു വെള്ളം കുപ്പി തന്നിട്ടുണ്ട്. അങ്ങോട്ട് വാ, ഒരു വെള്ളക്കുപ്പി തന്നിട്ടുണ്ട്. ഇത് കുടിച്ചിട്ട് അവർ കിടന്നുറങ്ങാൻ പറയിക്കാൻ മിക്കവാറും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു TV എല്ലാം കണ്ടിട്ടോ. TV ഒക്കെ ഓണാവില്ല, അതൊക്കെ ഒരു ഷോക്ക് വെച്ചതാണ് തോന്നുന്നു. പഴയ ഫ്ലൈറ്റാണ് കേട്ടോ, ഏതായാലും പുതിയ ഫ്ലൈറ്റ് അല്ല. കാരണം ഇതിൻ്റെ ഗ്ലാസ്സിന് നോക്കി നിങ്ങൾ ഏതായാലും നമുക്കിനി ദുബായിലെ വിഷ്വൽസ് കാണാം. അപ്പുറത്തെ എമിറേറ്റ്സിൻ്റെ വലിയ ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട്, ഫ്ലൈ ദുബായ്. ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു സൗദി എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. ക്ലാസ്സൊക്കെ ഒരു കഥയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്, അരമണിക്കൂർ ലേറ്റാണ്. അപ്പോൾ പെട്ടെന്ന് ടേക്ക് ഓഫിന് ചാൻസ് ഉണ്ട് കേട്ടോ. ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റൺവേയിലോട്ട് പോവുകയാണ്. Good morning, ladies and gentlemen. This is your pilot speaking. My name is Alexander, and joining me on the flight deck this morning, Captain. Close your eyes and in the lights. All we need is one night in Dubai.
നമ്മുടെ ദുബായ് ഏരിയ, അതായത് ദുബായ് ഡൗൺ ടൗൺ ഏരിയ ആണ് താഴെ കാണുന്നത് കേട്ടോ. ബുർജ് ഖലീഫ ഏരിയ, ബുർജ് ഖലീഫയുടെ ആ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ത് ഭംഗിയിൽ, എന്ത് മനോഹരമായിട്ടുള്ള പ്ലേസാണ് നോക്കുന്നത്. ഫ്ലൈറ്റിൽ എന്താ ഫുഡുള്ളത് നോക്കണം. അതുപോലെ തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ നിനുമോള് ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പത് അവിടെ ഉണ്ട്, നമ്മുടെ ഉമ്മ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ നിനുമോള് ചോക്ലേറ്റ് ഒക്കെ തിന്നിട്ടാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കിറ്റ്കാറ്റ്? ആകെ ഒരു പ്രശ്നമായത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള എന്താ പറയുക, ഈ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ, ഗ്ലാസ്സുമുള്ള സ്ക്രാച്ചുകൾ, ഇത് കാരണം നിങ്ങൾക്ക് കിട്ടില്ല വിഷ്വൽസുകൾ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ എന്താ ഫുഡുള്ളത് നോക്കണം. ഫുഡുള്ളത് നോക്കിയിട്ട് നമുക്ക് ഒരു വെള്ളം കുപ്പി കൊടുക്കുന്നുണ്ട്, നേരത്തെ കാണിച്ചെന്നല്ലോ, അത് കുടിക്കാൻ. അത് കുടിച്ചിട്ട് വേറെ ഫുഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും കെട്ടിക്കൂടി നിങ്ങൾ എന്തുള്ളത് നോക്കണം. ഞാനിനി തടി കൂടിയിട്ട് എന്തോ ഒരു കാല് വെക്കാൻ സ്പേസ് ഇല്ല, മര്യാദക്ക് ഇരിക്കാനൊരു സീറ്റില്ല. എന്ത് കഷ്ടം നോക്കി നിങ്ങൾ. തടി കൂടിയോണ്ട് മാത്രമല്ല, എൻ്റെ പെങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതായാലും കാല് നീട്ടാൻ വരെ സൗകര്യം ഇല്ല കേട്ടോ ഇതിനകത്ത്. അതുപോലെ തന്നെ ഇരുത്തുണ്ടല്ലോ, ഒരു സേഫ്റ്റി ഇല്ല. 3.5 മണിക്കൂറല്ലേ, പിന്നെ അങ്ങോട്ട് സഹിക്കുക, വേറെ നിവൃത്തിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഫുൾ ആളാണ് കേട്ടോ. ബാക്കിൽ കുറച്ച് സീറ്റ് ബാക്കിയുണ്ട്. അങ്ങനെ നമ്മുടെ നിനുമോക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. നിനുമോളെ ഹാപ്പി അല്ലേ? അപ്പോൾ നമ്മുടെ നിനുമോക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 200 രൂപ, ദിറംസ് അല്ല 200 രൂപ കൊടുത്തിട്ട് നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് നമ്മുടെ നാണിതേ നമ്മുടെ നിനുമോക്ക്. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ദേ നോക്കി മാഗിയാണത്, മാഗിയിലും ചൂടുവെള്ളം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ മാംഗോയുടെ ഒരു ചെറിയൊരു ഫ്രൂട്ടിങ് കിട്ടുന്നില്ല. അപ്പം ടോട്ടൽ 200 രൂപയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിനുമോളെ കഴിച്ചോ? ഓക്കെ, ചൂടാണ് കേട്ടോ. നിനുമോൾ കുറച്ച് കഴിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് പറഞ്ഞു തരും ഗൈസ്. കേട്ടില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. നമ്മുടെ സാധാരണ ഒരു മാഗി കുട്ടിയാണ് കേട്ടോ നിനുമോള്. എപ്പോഴും മാഗി കഴിക്കുന്ന ഒരാളാണ് കേട്ടോ. എങ്ങനെയുണ്ട് മാഗി? എങ്ങനെയുണ്ട്? ചൂടുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? നോർമലാ? എരിവുണ്ടോ? നല്ല എരിവുണ്ട് എന്നാണ് പറഞ്ഞിരുന്നു മോള്. അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള സീറ്റിലുള്ള ഒരാൾ നമുക്ക് ചെറിയൊരു എന്താ പറയുക, ഒരു ബന്നും അതുപോലെ തന്നെ ഒരു അമൂലിൻ്റെ ഒരു ബട്ടറും തന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബട്ടർ അല്ലേ. കുളിച്ച് സീറ്റൊക്കെ തല്ലിപ്പൊളിയാണ് കേട്ടോ. നമ്മുടെ നിനുമോള് കഴിക്കുന്ന ടേബിള് വരെ കൊഴിഞ്ഞാടെ പോകുന്നുണ്ട്, മറിയാൻ പോകുന്നുണ്ട്. അപ്പോൾ സീറ്റിനൊന്നും വലിയ മെച്ചമൊന്നുമില്ല. സീറ്റ് ഞാൻ പറഞ്ഞല്ലോ, സീറ്റ്, കാലുവെള്ള സ്പേസ്, അതുപോലെ തന്നെ ഫുഡ് വെക്കാനുള്ള ടേബിൾ, എല്ലാം തല്ലിപ്പൊളി സാധനങ്ങൾ. അപ്പോൾ നമ്മളിതുവരെ യാത്ര ചെയ്ത ഫ്ലൈറ്റുകളൊന്നും ഇങ്ങനെ ആയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട്. എക്സ്പ്രസ് ഒക്കെ ഇതിലാറ് വെച്ചാണ്. അപ്പോൾ നമ്മുടെ നിനുമോളിൽ മാഗി കഴിക്കുന്നു. നമ്മളൊരു ബട്ടർ തേച്ചിട്ട് കിട്ടുന്നില്ല. ബട്ടർ എങ്ങനെ ഉണ്ട് നോക്കാം. ഒറ്റടി ഇങ്ങനെ പറയാം, ടേസ്റ്റ് ഇല്ല അല്ലേ? ഓരാ ഏതായാലും അടുത്തത് ഇൻഡോമി എന്ന് പറഞ്ഞൊരു മാഗി ഉണ്ട്, ഗൾഫിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അടുത്തത് ചെറിയൊരു ബന്നി, ഞാൻ പറഞ്ഞില്ല അപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഉമ്മാൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള ഒരാൾ ബന്നി തന്നിട്ടുണ്ട്. ബന്നിനെയും കൂടെ ഒന്ന് നോക്കി തരും. കഴിക്കണം. ഈ ഒരു ബന്നി ഇത് സാധാരണ നോർമലി ബന്നാണ്, ബർഗർ ഒന്നല്ല കേട്ടോ. ബട്ടറിൽ തേച്ചിട്ട് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ നിനുമോൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ ഇവിടെ കിടന്ന് ഉറങ്ങി. നമ്മുടെ ഉമ്മ ഉറങ്ങിയിട്ടില്ല, നിനുമോൾ ഉറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 5:45 മണിക്ക് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മണിക്ക് ആയപ്പോഴത്തേക്കും നമ്മുടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല നമ്മൾ. കാരണം ഇന്നലെ രാത്രി മൊത്തം 2:30-3 മണി വരെ നമ്മുടെ നാസറാഖാൻ്റെ അടുത്തായിരുന്നു. എന്താ പറയുക, നാസറാഖാൻ്റെ ഒരുപാട് അടിച്ചുപൊളിയും ക്യാപ്സും കഴിക്കലും ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉറങ്ങാൻ കുറച്ച് ലേറ്റായി, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. നമ്മുടെ സ്പൈസ് ജെറ്റിൻ്റെ ബാത്റൂമാണ് ഗൈസ് ഇത്. ഒരു ചെറിയ ബാത്റൂമാണ് കേട്ടോ. ദേ നോക്കി, ഒരാൾക്ക് തന്നെ നിൽക്കാനുള്ള ഗ്യാപ്പുള്ളൂ. ദേ നോക്കി, ഇവിടെ വാഷ് ബേസ് എല്ലാം ഉണ്ട്. അത് വരാത്ത
അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു ബാത്റൂം ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്ന് ഉറങ്ങണം. കുറച്ച് നേരമായില്ലേ, നമ്മൾ രാവിലെ 6 മണിക്ക് പോകുന്നതല്ലേ. അപ്പോൾ ബാത്റൂം ഉണ്ടല്ലോ നിങ്ങൾ, കുഞ്ഞു ബാത്റൂം. Ladies and gentlemen, this is your captain speaking. We're going to be landing shortly. Local time is 8:03. Weather is 73 degrees and clear skies. Flight staff is going to begin coming around one final time to collect any trash you may have. If you brought Bay on this trip and Bay is tripping, please feel free to pass them to the flight attendants who will gladly dispose of them for you. Our final destination features many beautiful beaches and there's no need to bring your own. ഫ്ലൈറ്റ് അങ്ങനെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങാനായി വളരെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവും. ഏകദേശം ഒരു സംഭവം ഒരു 3/4 മണിക്കൂർ ലേറ്റ് ആണെങ്കിലും 1/2 മണിക്കൂർ നേരത്തെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഈ കിടന്ന വിഷ്വൽസ് കാണിച്ചാലും ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ നന്നായിട്ട് ഉറങ്ങി. ദിവസത്തിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങി. പിടിച്ചോ, ബ്രേക്ക് പിടിച്ചോ. हम कोईकोड अंतर्राष्ट्रीय हवाई अड्डा पहुंच गए हैं। यहाँ पर इस समय सुबह के 9:20 हुए हैं और बाहर का तापमान 28 डिग्री सेल्सियस है। आपकी सुरक्षा के लिए उचित हुआ कि आप कृपया अपनी सीट पर बैठ रहे हैं और सीट के ऊपर बने सामान रक्ष न खोलें। हमें आशा है कि आपकी यात्रा सुखद रही होगी। हमें खुशी है कि आपने हमारे साथ यात्रा की और उम्मीद करते हैं कि भविष्य में भी आप हमारे साथ यात्रा करेंगे। धन्यवाद। Ladies and gentlemen, we have landed at Kozhikode International Airport. The local time here is 20 minutes after 9 in the morning and the outside temperature is 28 degrees Celsius. For your safety, please remain seated and do not open the overhead lockers till the fasten seatbelt sign has been switched off. We hope you had a അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഞാനാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങുന്നത്. ഇങ്ങനെ കാണുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നീളം അറിയുന്നത്. ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ഫ്രണ്ടിലോട്ട്. ഒരാളും ഇല്ല. ഞാനാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇറങ്ങുന്നത്. ബൈ. അങ്ങനെ നമ്മൾ വന്നിറങ്ങിയ ഫ്ലൈറ്റാണ് ഇതേ കാണുന്നത്, സ്പൈസ് ജെറ്റ്. ഇതിനി വീണ്ടും രാത്രി 7 മണിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ സ്പൈസ് ജെറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ വന്ന ഈ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഇത് വളരെ ഓൾഡ് ഫ്ലൈറ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ ആ ഗ്ലാസിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പക്ഷേ എന്തുകൊണ്ടും കുറഞ്ഞ ചിലവിൽ വരാൻ പറ്റുന്ന ഒരു ഫ്ലൈറ്റും കൂടിയാണ് ഈ സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത്. കുറഞ്ഞ മിതമായ നിരക്കിലൊക്കെ ടിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്പൈസ് ജെറ്റ് തന്നെയാണ് കേട്ടോ. നമ്മളെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശി, നമ്മുടെ വാസി, കാക്കി എല്ലാവരും ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാമ്മ കുക്ക എത്ര വറുതാണ്, എന്തൊക്കെ വറുതാണ്? സുഖാണോ? ആദ്യ ഋഷ എവിടെ മറ്റു പോലെ മിന്നാലും വിളിക്കവിടെ അതൊക്കെ ഷൈബോര് കുക്ക ഒരു മൈൻഡും ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. 29 ദിവസത്തിന് ശേഷം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കളികളൊക്കെ നാട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് അവിടുന്ന് ഒരു 3/4 മണിക്കൂർ ലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല കറക്റ്റ് ഓൺ ടൈമിൽ 5:30 ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ UAE നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PCR ടെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നമുക്ക് PCR ടെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. UAE മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കണ്ട. നമ്മൾ UAE നിന്ന് നാട്ടിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അടുത്ത നല്ലൊരു കിഡിലും വീഡിയോ ആയിട്ട് കാണാം.
ടാറ്റാ ബൈ ബൈ. You think money can buy happiness? Or you wanna see some more place before you die? Habibi, come to Kerala.